എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സിറ്റുവേഷൻ എത്രമാത്രം നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഫേവറബിൾ ആയിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എത്രമാത്രം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ എത്രത്തോളം അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എന്നും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ടാറോ കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 4 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് വാൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ ഫൂൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഓറക്കിൾ കാർഡ്സ് കം ടു ദ എഡ്ജ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ദെൻ ഫോർക്ക് ഇൻ ദ റോഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഫോർഗീവ്നെസ് ആൻഡ് ഓൾസോ ലൂമിനോസിറ്റി എന്നുള്ളൊരു കാർഡ്. ഓക്കെ, സോ ആദ്യം തന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സ് ആൻഡ് 5 ഓഫ് കപ്സ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ റീഡിംഗ് കാണുന്ന ആളുകളിൽ ഒരു മെജോറിറ്റി ആളുകളും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ കുറവായിരിക്കാം. വളരെയധികം ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വളരെയധികം പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ആളുകളോ ആയിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സെൽഫിഷ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് സ്വന്തം കാര്യങ്ങൾക്ക്, സ്വന്തം പ്രയോറിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്ന ഒരു വ്യക്തി. അതായത് ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിന്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷന്, മേ ബി ചില ആളുകൾക്കെങ്കിലും വളരെയധികം ഫിനാൻസ് വേണ്ടുന്ന, വളരെയധികം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വേണ്ടുന്ന സമയമായത് കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതലായിട്ട് ഫിനാൻസിനും കരിയറിനും, അല്ലെങ്കിൽ ഒരുപാട് മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഒരു എനർജി ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതായത് പാസ്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയറിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു അവഗണന ഫീൽ ചെയ്തിട്ടുണ്ടാകാം ഒരു സമയത്ത്. ഓക്കെ, അതായത് ഒരു സ്വന്തം ഇമ്പോർട്ടൻസിന് കൂടുതൽ വാല്യൂ നൽകുന്ന, അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്തു തീർക്കണം, സ്വന്തമായിട്ട് ഉയരണം, ജോലി, കരിയർ, ബിസിനസ്, അല്ലെങ്കിൽ ഫാമിലി വൈസ് ആണെങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഈ പേഴ്സൺ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒട്ടും ടൈം കൊടുക്കാതെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നുമൊക്കെ അകന്നുപോയി എന്നൊരു ഫീലിംഗ് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നെക്സ്റ്റ് ഇവിടെ 5 ഓഫ് കപ്സിന്റെ എനർജി. മേ ബി ഇങ്ങനെ ഒരു അവസ്ഥയിൽ, അതായത് ഈ പേഴ്സന്റെ ഇങ്ങനെ ഒരു നിങ്ങളെ നിഗ്ലക്ട് ചെയ്തു പോയി, നിങ്ങളെ റിജക്ട് ചെയ്തു പോയി, നിങ്ങളുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒട്ടും ഈ പേഴ്സൺ വകവെക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കൊരു വളരെയധികം ഡിപ്രസ്ഡ് മെന്റാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ വളരെയധികം ഹോപ്പ്ലെസ് സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഇല്ല, ഈ റിലേഷൻഷിപ്പ് ഇനി എനിക്ക് ഒട്ടും തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിലേക്ക് ഇനി തിരികെ വരില്ല, അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളെക്കാൾ ഒരുപാട് പ്രയോറിറ്റി ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ കരിയർ, ഫിനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു വാല്യൂ, ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. നിങ്ങൾ വെറും ഒരു നിങ്ങളുടെ എഫേർട്ടിന് ഒരു വാല്യൂവും ഇല്ലാത്ത പോലെ നിൽക്കേണ്ടെന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, അതായത് വളരെയധികം ഡിപ്രസ് സിറ്റുവേഷൻ. കാരണം നിങ്ങൾ തന്നെ നോക്കൂ, 5 ഓഫ് കപ്സ് വളരെയധികം ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ് വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഈ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാകാം. മേ ബി നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലവ് ഇന്റൻസിറ്റി കുറഞ്ഞു പോയോ, നിങ്ങൾക്കൊരു സംശയം തോന്നത്തക്ക രീതിയിൽ മേ ബി ഒരുപാട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാകാം. തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മണി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു രീതി ഈ പേഴ്സൺ ഇവിടെ കാണിക്കുന്നുണ്ടാകാം. നിങ്ങളോട് ചിലപ്പോൾ
ഒരുപാട് കയർത്ത് സംസാരിക്കുക, നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നുന്ന രീതിയിലൊക്കെ സംസാരിക്കുക, പ്രവർത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, പക്ഷെ ഏതൊരു സിറ്റുവേഷൻ ആണ് എങ്കിലും, അതായത് എത്രത്തോളം അകൽച്ചയുണ്ട്, എത്രത്തോളം നിങ്ങൾക്കിടയിൽ ആ ഒരു കോണ്ടാക്ട് ഇല്ല, ലെസ് കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രണയത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രണയം വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി നോക്കൂ, ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ഇൻ എനർജി. അതായത് ഏസ് ഓഫ് കപ്സ് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി, സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിലുണ്ട്. അതായത് എത്രത്തോളം സിറ്റുവേഷൻസ് വഷളാണ് എന്ന് പറഞ്ഞാലും ഏതൊരു അവസ്ഥയിലും ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയത്തിന് എപ്പോഴും ആ ഒരു ഇന്റൻസിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണും നിങ്ങൾക്കും ഇടയിലുള്ളത് ഒരു പ്യുവർ ലവ് ആണ്, പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ഫീലിംഗ് നിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടു പോകാൻ കഴിയാത്തത്. ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജി ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റിയെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ന്യൂ ലെവൽ ഓഫ് സ്റ്റാർട്ടിങ്, ഒരു ന്യൂ തിങ്കിങ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അതായത് പലപ്പോഴും ഈ പേഴ്സന്റെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് നേച്ചർ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൽഫിഷ് മെന്റാലിറ്റി ഈ പേഴ്സണ് വളരെ കൂടുതലായിട്ടും ഉണ്ടാകാം. അതേപോലെ തന്നെ വളരെ സ്ട്രോങ് പൊസസീവ് മെന്റാലിറ്റി, അതായത് നിങ്ങളെ ഒരിക്കലും ഈ പേഴ്സണെ വിട്ട് കളയാൻ സാധ്യമല്ല, പക്ഷെ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട് എന്ന തരത്തിലും കാണിക്കുന്നുണ്ട്. ഇവരുടെ സ്വന്തം ഇഷ്ടവും ഇവരുടെ സ്വന്തം അഭിപ്രായങ്ങൾക്കും ഒക്കെ കൂടുതൽ വാല്യൂ നൽകുന്ന ഒരു പേഴ്സൺ ആണ്. ഇവർക്ക് ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ലൈഫിലുണ്ട്. ഫിനാൻസിന് അല്ലെങ്കിൽ മണിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പണത്തിന് ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ കാരണം പൈസ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക, സ്റ്റെബിലിറ്റി നേടുക, കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മേ ബി ഫാമിലിയുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് കടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് പൈസയ്ക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയ അവസരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തിക്ക് പ്രണയമില്ല അല്ലെങ്കിൽ സ്നേഹമില്ല എന്നുള്ളതും ഇവിടെ കാണുന്നില്ല. ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമാണ്. മേ ബി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഒരു ന്യൂ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഏതൊരു സിറ്റുവേഷൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു പോയി, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് വന്നു പോയി, തേർഡ് പാർട്ടി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്ന ആ ഒരു സ്നേഹമോ അഫെക്ഷനോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, കാരണം അൺകണ്ടീഷണലി ആണ് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്നുകൊണ്ടോ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കാനോ സാധിക്കില്ല. തുടക്കം, ഒരു പുതിയ സ്റ്റാർട്ടിങ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ലൈഫ്, റീയൂണിയൻ ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഇവിടെ 8 of Wandsന്റെ എനർജി ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റിയെ കാണിക്കുന്ന കാർഡാണ്. അതായത് നോ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ആണ്, പക്ഷേ ഡെഫിനറ്റ്ലി ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു സാധ്യതയെ കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി വളരെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ 10 of Swordsന്റെ എനർജി കാണിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി വളരെയധികം ഫോക്കസ്ഡ് ആയിരുന്നു സ്വന്തം കാര്യങ്ങളിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് കളഞ്ഞിട്ടുള്ള അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് പോലത്തെ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ നിൽക്കുന്ന ഒരു ബന്ധമായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു എനർജി, അതായത് വളരെയധികം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരുന്നു, ഹോപ്പ്ലെസ് ആയിരുന്നു. 5 of Cupsന്റെ എനർജി വളരെ ഡിപ്രസ്ഡ് എനർജി കാണിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ ദ ഫൂൾ കാർഡ്, അതായത് ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആകുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വാല്യൂ കൊടുത്തില്ല എങ്കിൽ മറ്റൊരു പേഴ്സണും നിങ്ങൾക്ക് വാല്യൂ തരില്ല, അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സെൽഫ് ലവ്, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്തു, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ കെയർ ചെയ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി കുറച്ചുകൂടി ഗ്ലോ അപ്പ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പേഴ്സണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ. 6 ഓഫ് പെന്റക്കിൾസ്, അവർക്കും മനസ്സിലായി നിങ്ങൾക്ക് ഈക്വാലിറ്റി വേണം, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഈ റിലേഷൻഷിപ്പിൽ വേണം. അതായത് ഒരാൾ മാത്രം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകില്ല, ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഈ പേഴ്സണ് ഒരിക്കലും താല്പര്യമില്ല. കാരണം ഈ പേഴ്സണ് നിങ്ങളോട് പ്രണയമുണ്ട്, ഈ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല, വളരെയധികം പൊസസീവ് പേഴ്സൺ ആണ്. നിങ്ങൾ മറ്റൊരു പേഴ്സന്റെ ലൈഫിലേക്ക് പോകുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു പേഴ്സന്റെ എൻട്രി, കൂടുതൽ പ്രാമുഖ്യം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങൾ ഇപ്പോൾ ചേസ് ചെയ്യുന്നില്ല, കാരണം ഫുൾ എനർജി ആണ് അല്ലെ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർ ചേസിങ് നിർത്തി, നിങ്ങൾ കൂടുതലും ഡിവൈനിലേക്ക് വിശ്വാസം അർപ്പിച്ചു. ഈശ്വരന്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ, അങ്ങനെ ഒരു കൺസെപ്റ്റ്, അതായത് ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്, വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ലൂമിനോസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ, കുറച്ചുകൂടി ഗ്ലോ അപ്പ് ആയി, കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വളരെയധികം ഒരു ഗ്ലോയിങ് പോലെ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണ് ഫീൽ ആകുന്നുണ്ട്. സോ ഈ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ആകുന്നു, കാരണം ഡെഫിനറ്റ്ലി ഹീലിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണ് 6 ഓഫ് പെന്റക്കിൾസ്, ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്പ് വേണം, ഈക്വാലിറ്റി വേണം, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ ഈക്വൽ എഫേർട്ട് എടുക്കണം, ഈക്വൽ ലവ് വേണം എന്ന് ഈ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോക്ക് ഇൻ ദ റോഡ് എന്നുള്ളൊരു കാർഡ്. സോ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസിനെ ഒക്കെ റിസോൾവ് ചെയ്യണം. കാരണം ഈ പേഴ്സൺ ഒരിക്കലും ഒരു സ്റ്റേബിൾനെസ് കാണിച്ചിട്ടില്ല, പലപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരുന്നു. ഈ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടുന്ന അവസ്ഥ, ചിലപ്പോൾ സിറ്റുവേഷൻ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫ്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ക്യാരക്ടർ അങ്ങനെയായിരിക്കാം. പലപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾക്ക് നൽകിയില്ല. പല കാര്യങ്ങളുടെയും ഒരു അറ്റവും മൂലയും മാത്രം പറയുക, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാതിരിക്കുക. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് പോലും ഉത്തരമില്ലാതെ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഫ്യൂച്ചർ ഉണ്ടാകുമോ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ പേഴ്സൺ അറിയാം നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സന്റെ ഒരു ലൈഫിന്റെ തന്നെ ഭാഗമാണ്, ഈ പേഴ്സൺ എത്രമാത്രം ഒരു നീഡാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു കൺഫ്യൂഷൻസിന്റെ ഒരു എഡ്ജിങ്, അല്ലെങ്കിൽ കം ടു ദ എഡ്ജ് എന്നുള്ളൊരു കാർഡ്, ഒരു എഡ്ജ് വേണം, ഒരു അവസാനം വേണം, ഈ ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ ഒരു അവസാനം വേണം, ഈ റിലേഷൻഷിപ്പിന് ഒരു ന്യൂ സ്റ്റാർട്ടിങ് വേണം. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള കൺഫ്യൂഷൻസും, എല്ലാ രീതിയിലുള്ള തേർഡ് പാർട്ടിയെയും റിലേഷൻഷിപ്പിൽ നിന്നും റിമൂവ് ചെയ്യണം. എല്ലാ രീതിയിലുള്ള ഈക്വാലിറ്റി, ഈക്വൽ റെസ്പെക്ട്, ഈക്വൽ ആയിട്ടുള്ള കെയർ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ അടുത്ത് ഫോർഗീവ്നെസ് എന്നുള്ളൊരു കാർഡ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഫോർഗീവ്നെസ് ചോദിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് കോണ്ടാക്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം 8 ഓഫ് വാൻസിന്റെ എനർജി, ഒരു സ്ട്രോങ് കണക്ഷൻ, ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കോൾ, മെസ്സേജ് ഒക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫോർഗീവ്നെസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു സോറി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ ഫോർഗീവ് ചെയ്യണം, ഒരു ഫോർഗീവ്നെസ് എനർജി നിങ്ങൾ കാണിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ ഈ ഒരു കണക്ഷൻ ഒരുപാട് ഫൈറ്റ്സ് നടന്നിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് നടന്നിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള തേർഡ് പാർട്ടി ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ തന്നെ, അതായത് ഈ വ്യക്തിയുടെയോ നിങ്ങളുടെയോ ഫാമിലി മെമ്പേഴ്സ് തന്നെ, അതായത് കൂടുതലും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പേഴ്സന്റെ എനർജി ആയിട്ടും കാണിക്കുന്നുണ്ട്. ഫിനാൻസിന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അതിനു വേണ്ടി ഒരുപാട് കെയർ, ഒരുപാട് ടൈം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഏസ് ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവിനെയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എഫേർട്ടിനെയും കാണിക്കുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് ഡെഫിനറ്റ്ലി ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിനെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസിനെ ഒക്കെ റിസോൾവ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങോട് കൂടി, വളരെയധികം ഒരു ഫോർഗീവ്നെസ് എനർജിയോട് കൂടി തുടങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്നും നിങ്ങൾ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ,
ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ എനർജി ക്ലെയിം ചെയ്യുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. വളരെ മികച്ചതായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരാനും നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവ് തോട്ട് വരാനും പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വരാനും നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷനെ റിയാലിറ്റി പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ താങ്ക് യു പറയാനായിട്ട് മടി കാണിക്കരുത്. ഈശ്വരനോട് നന്ദി പറയുക. ഈശ്വരനോട് നിങ്ങൾ ഏതൊരു ചെറിയ ഒരു പോസിറ്റീവ് ചേഞ്ചസിനും പോസിറ്റീവ് ബ്ലെസ്സിങ്സിനും നിങ്ങൾ നന്ദി പറയാനായിട്ട് മറക്കരുത്. താങ്ക് യു മെസ്സേജസ് കമന്റ് ആയിട്ട് എഴുതാം. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു പറയുക, മാനിഫെസ്റ്റേഷൻ പറയുക. നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വളരെ ഗ്ലോ അപ്പ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ലൂമിനോസിറ്റി ആണ് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലും നിങ്ങളിലേക്ക് കെയർ കൊടുക്കുന്ന ഒരു സമയമാണ് എങ്കിൽ നിങ്ങൾ അതേ ഒരു മനോഭാവത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. കൂടെ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചത് യെസ് ആണ് നമുക്ക് ഏസ് ഓഫ് കപ്സ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ എന്തൊക്കെയോ ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേർഡൻ ഈ വ്യക്തിക്ക് നൽകുന്നത് കൊണ്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നും കെയറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നും ആ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ തീർച്ചയായിട്ടും സിറ്റുവേഷൻസ് ബെറ്റർ ആകുമെന്നാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. May God bless you all. Hare Krishna.